and I ain't even met you yet. Everybody's waiting on you here. I can't wait to feel your heartbeat when I lay you on my chest. I'm already holding back my tears. I wanna be the dad that my dad was. മാലാഖമാർ പാടുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയം. മാലാഖമാർ പാടുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയം. ഏദേൻ കുടുംബത്തിൽ കർത്താവാം ദൈവം അനുഗ്രഹം ചൊരിയുന്ന സമയം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സർവ്വഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാർ പുരുഷരും അങ്ങ് പരിശുദ്ധൻ 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 ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപത്തിന് കീഴാകരുത്, ദുഷ്ടാരൂപിൽ നിന്ന് രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും
ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയത്തിൽ ജീവിക്കുന്ന ഈ ദാസനെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വകീയ വരങ്ങളാൽ ഈ വധുവന്മാരെ സമ്പന്നരാക്കി അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തെ രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രനാണെല്ലാം ആന്തരികമാകുന്നു, അവരുടെ മേലി പൊന്നുപതിനാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ അനേകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജമണ്ഡലത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം സ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളങ്ങിയെടുക്കുന്ന മുന്തിരി വഴിയാകും. നിന്റെ മക്കൾ മേശകിരീടം സൈത്തമുറകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം വിധീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സന്നിധിയിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനത്തോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ള പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് ഒടിയോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിലനിർത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകും. പിതാവും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവരും അന്ധകാരത്തിൽ അടങ്ങിയിട്ട് നരിശിക നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. കർത്താവേ, നിസ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മക്കേതുനിയമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമകനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ശിവനെ നിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോൾ ആരാധനയെ സമർപ്പിക്കുവാൻ ഭയപ്പെട്ടവരാകുന്നു. സ്വർഗ്ഗത്തിലെയും നാഥായ നയിക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വമൊന്നാം പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരരെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവന സർവേശ, പരിപാവന ദയവാനേ, പരിപാവന അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധപ്രീതനായി വസിക്കുന്ന പരിശുദ്ധമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തത് എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കണ്ണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ സർവ്വജ്ഞനായ
കർത്താവിന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകൻ ഞങ്ങളെ നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായും അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെയും സ്വഭാവത്തിനും എപ്പോഴും കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കണ്ടാണിക്കുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും എന്റെ സഹോദരി വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെ വാക്യങ്ങൾ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരുന്നേ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാധ്യമൊഴിയായ പിന്നെ മൊഴിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധി വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രക്തമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അനുഗ്രഹിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെ ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യയോടൊത്ത് ജീവിക്കുകയും സ്ത്രീ ബലഹീന മാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശം എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കും. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുക. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽപ്പനകൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് കൊള്ളുമായിരുന്നു. പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുമെങ്കിൽ എന്ന് ഈശോയോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം പക്കോളം നിറച്ചു. ഇനി പകർന്ന കലവറക്കാരനെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്നവൻ പറഞ്ഞു. അവർ പ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം വീക്ഷിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവർ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ ഈ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുമില്ല. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. പിറവം പൂജ്യ രാജാക്കന്മാരായ അനുഗ്രഹീതരായ ഈ രോഗ ദേവാലയത്തിൽ ഇന്നേ ദിവസം വിവാഹ ദിനം അല്ലെങ്കിൽ കുടുംബ ജീവിതം ആരംഭിക്കുന്ന
ജോസ്, മിന്നു, ഇവരുടെ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ബന്ധുജനങ്ങളെ, 2024 ജനുവരി മാസം 11-ാം തീയതി വ്യാഴാഴ്ചയാണ്. ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയുണ്ട്. കാരണം ഇന്നാണ് ജോസും മിന്നും വിവാഹിതരാകുന്നത്. ഒരുപക്ഷെ ഇതുവരെ ജോസിന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം തൻ്റെ ജന്മദിനമായിരുന്നു. അതുപോലെ മിന്നുവിന് പ്രധാനപ്പെട്ട ദിവസം ആഘോഷിച്ചതും ജന്മദിനങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് മുതൽ ആഘോഷിക്കുവാനും ജന്മദിനത്തെക്കാൾ ഉപരിയായിട്ട് ഒരു ദിവസം കൂടി ലഭിച്ചിരിക്കുകയാണ്. അത് ജനുവരി മാസം 11-ാം തീയതിയാണ്. എല്ലാ വർഷവും ഓർമ്മ പുതുക്കുവാനും ആഘോഷിക്കുവാനുള്ള ദിവസം. അടുത്ത വർഷം ആകുമ്പോഴേക്കും, ജനുവരി ആകുമ്പോഴേക്കും മിന്നും ജോസും പറയും 11-ാം തീയതി നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന്. അപ്പോൾ ഇന്നൊന്ന് ഓർത്തിരിക്കാനായിട്ടുള്ള മറ്റൊരു ദിവസം കൂടി ഇന്ന് ലഭിച്ചിരിക്കുകയാണ്. ഇവിടെ കൂടി എല്ലാവരുടെയും നാമത്തിൽ നിങ്ങൾ ആരംഭിക്കുന്ന ഈ കുടുംബജീവിതം അനുഗ്രഹീതമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ വിവാഹത്തിന് 1-2 പ്രത്യേകതയുണ്ട്. ഒന്ന്, ഇതൊരു കൂദാശയാണ്. അതുകൊണ്ടാണ് ഇത് ദേവാലയത്തിൽ വെച്ച് നടത്തുന്നത്. ഈ കൂദാശയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. മറ്റ് കൂദാശകളിൽ നിന്ന് വ്യത്യസ്തമാണിത്. അതിൻ്റെ വ്യത്യസ്തത ഇതാണ്: 2 പേർ ചേർന്ന് മാത്രമേ ഈ കൂദാശ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. മാമോദീസ എന്ന കൂദാശ തനിയെ ഒരാൾക്ക് സ്വീകരിക്കാം, രോഗീകരണം സ്വീകരിക്കാം, തിരുപ്പട്ടം സ്വീകരിക്കാം, ആദ്യ കുർബാന സ്വീകരിക്കാം. എന്നാൽ വിവാഹം എന്ന കൂദാശ തനിയെ സ്വീകരിക്കാൻ സാധിക്കില്ല. ജോസിന് മാത്രമായി വിചാരിച്ചത് കണ്ട് എൻ്റെ കല്യാണം നടത്തണമെന്ന് പറയാൻ സാധിക്കുകയില്ല. ജോസും മിന്നും കൂടെ വന്നപ്പോഴാണ് ഈ വിവാഹം നടന്നത്. അതുപോലെ മിന്നുവിന് തന്നെ എൻ്റെ വിവാഹം നടത്തിത്തരണമെന്ന് പറഞ്ഞ് പള്ളിയിൽ ചെല്ലാൻ സാധിക്കില്ല. ഞങ്ങളുടെ വിവാഹം നടത്തിത്തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ വരുന്നത്. അതായത് നിങ്ങൾ 2 പേരും ഒന്നിച്ച് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഇതൊരു കൂദാശയായി മാറുന്നത്, ദൈവ അനുഗ്രഹപ്രദമായി മാറുന്നത്. പിന്നെ മുതൽ നിങ്ങൾ എവിടെയെല്ലാം ഒന്നിച്ച് ചേർന്നുവോ, എവിടെയെല്ലാം ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നുവോ, അവിടെയെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും ഉണ്ടായിരിക്കും എന്നൊരു തെളിവ് കൂടിയാണ് ഇന്ന് ഈ കൂദാശയിലൂടെ നിങ്ങൾ ആരംഭം വരുന്നത്. രണ്ടാമത് ഒരു പ്രത്യേകത, ഈ വിവാഹം എന്ന കൂദാശ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യത്തിൻ്റെയും സമ്മതത്തിൻ്റെയും പ്രകടനമാണ്. നിങ്ങൾ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പാണ് നടത്തുന്നത്. ഒരുപക്ഷെ ജോസ് ജോലി ചെയ്യുന്നപ്പോഴൊക്കെ പല പെൺകുട്ടികളെയും കണ്ടിരിക്കാം, പല സുഹൃത്തുക്കളും ഉണ്ടായിരിക്കാം, വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കാം. അതുപോലെ മിന്നും പഠിച്ചപ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒക്കെ വേറെയും ആൺകുട്ടികളെ കണ്ടിരിക്കാം, സുഹൃത്തുക്കളുണ്ടായിരിക്കാം. പക്ഷേ ജീവിതാവസാനം വരെ എന്നൊന്നും കൂടെ ഉണ്ടാകണമെന്ന ജോസ് ഇപ്പോഴാഗ്രഹിക്കുന്ന മിന്നുവാണ്. അതുപോലെ മിന്നു തൻ്റെ ജീവിതാവസാനം വരെ തന്നോടൊപ്പം നടക്കേണ്ടത് ജോസാണെന്ന് കണ്ടെത്തുകയും അതിന് നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ ബന്ധുജനങ്ങളുമെല്ലാം സമ്മതം നൽകുകയും ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ പൂർണ്ണമായ തിരഞ്ഞെടുപ്പാണ്. നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ തിരഞ്ഞെടുക്കാൻ സാധിക്കുകയില്ല, നമ്മുടെ സഹോദരങ്ങളെ തിരഞ്ഞെടുക്കാൻ പറ്റുകയില്ല, നമ്മുടെ മക്കളെയും നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുകയില്ല. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരെ സ്വീകരിച്ചേ പറ്റൂ. എന്നാൽ നമ്മുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള വലിയ ഒരു സ്വാതന്ത്ര്യം നിങ്ങൾ നൽകിയിരിക്കുകയാണ്. ഈ സ്വാതന്ത്ര്യമാണ് നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നത്. ജോസ് അത് മിന്നുവിനെ കണ്ടെത്തി, മിന്നും അത് ജോസിനെയും കണ്ടെത്തി. അങ്ങനെ നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾ പൂർണ്ണ സമ്മതത്തോടെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾ തിരഞ്ഞെടുക്കും. അതുകൊണ്ട് തന്നെയാണ് ദേവാലയത്തിൽ വെച്ച് വൈദികൻ ചോദിക്കുന്നത്, ഇനിയും ഏതാനും നിമിഷങ്ങൾക്കകം 2 പേരോടും, ജോസിനോടും മിന്നുവിനോടും ചോദിക്കും, ഈ വിവാഹബന്ധത്തിന് നിങ്ങൾ പൂർണ്ണ സമ്മതമാണോ എന്ന്. നിങ്ങളുടെ ഒരു സമ്മതം കൂടി പരസ്യമായിട്ട് അറിയിച്ചതിന് ശേഷം മാത്രമേ ഈ വിവാഹം നടത്തുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വിവാഹത്തിൻ്റെ 2ാമത്തെ വലിയ പ്രത്യേകത നിങ്ങളുടെ സ്വാതന്ത്ര്യവും നിങ്ങളുടെ സമ്മതവും നിങ്ങൾ പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ വധൂവരന്മാർക്കായി നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. വരന്മാരോട് പറയുകയാണ്, സ്വന്തം ശരീരത്തെ എന്നവണ്ണം നിങ്ങൾ ഭാര്യയെ സ്നേഹിക്കും. ജോസിനോട് ഈ വിവാഹമധ്യേ പൗലോസിക ഓർമ്മിപ്പിക്കുന്നത് തന്നെയാണ്, സ്വന്തം ശരീരത്തെ എന്നവണ്ണം ഭാര്യയെ സ്നേഹിക്കുക. ജോസ് സുന്ദരനാണ്, വിദ്യാസുന്ദരനാണ്, നല്ല ജോലിയുണ്ട്, അബുദാബിയിൽ ജോലി ചെയ്യുന്നു. എന്നാൽ സ്വന്തം ആരോഗ്യം നോക്കുവാനായിട്ട് ജോസ് സംരക്ഷിക്കുന്നു.
അസുഖം വരുമ്പോൾ ഡോക്ടറെ കാണുന്നു, എക്സസൈസ് ചെയ്യുന്നു, നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നു, അങ്ങനെ സ്വന്തം ശരീരത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു. അതുപോലെ ഇന്ന് മുതൽ ഒരാളെ കൂടി ദൈവം നൽകിയിരിക്കുകയാണ്, മിന്നുവിനെ കൂടി. മിന്നുവിന് ലഭിക്കുന്ന സുഖസൗകര്യങ്ങളോ സംരക്ഷണമോ സുരക്ഷിതത്വമോ അല്ലെങ്കിൽ സാമ്പത്തികമായ നേട്ടങ്ങളോ ഭൗതിക നേട്ടങ്ങളോ എന്നതിനേക്കാൾ ഉപരിയായിട്ട് എന്ത് നൽകുവാനായിട്ട് സാധിക്കും, എന്ത് കൊടുക്കുവാനായിട്ട് സാധിക്കും, എനിക്കെന്ത് ലഭിക്കുമെന്നുള്ളതല്ല ഈ ഭാഗത്തിലൂടെ, മറിച്ച് എനിക്ക് എന്ത് നൽകാനായിട്ട് സാധിക്കും എന്ന ചിന്തയാണ് ഉണ്ടാകേണ്ടതെന്ന് പോലീസ് ഓർമ്മിക്കുകയാണ്. പൂർണ്ണമായിട്ടും നൽകുന്നത് വഴി നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. സ്നേഹം കൊടുത്തെങ്കിൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. കരുണ കാണിച്ചെങ്കിൽ മാത്രമേ കരുണ ലഭിക്കുകയുള്ളൂ. ക്ഷമിച്ചെങ്കിൽ മാത്രമേ ക്ഷമ ലഭിക്കുകയുള്ളൂ. ഈ ഒരു മനോഭാവം സ്വീകരിക്കാനായിട്ടാണ് പൗലോസ് ആവശ്യപ്പെടുന്നത്. മിശിഹ സഭയെ സ്നേഹിച്ചതുപോലെ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നൽകിക്കൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ഇന്ന് മുതൽ മിന്നു ജീവിതം ആരംഭിക്കുകയാണ്. വിവാഹം വഴിയായിട്ട് എനിക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കാൾ ഉപരിയായിട്ട് എന്തെല്ലാം സമർപ്പിക്കുവാൻ സാധിക്കുമോ ഇതായിരിക്കട്ടെ വലിയ വിജയിച്ചത്. ഈ അവസരത്തിൽ ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ഇന്ന് വന്നിരിക്കുന്നതെല്ലാം നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞാണ്. കാരണം നിങ്ങളുടെ പ്രിയപ്പെട്ട രണ്ട് വ്യക്തികളുടെ വിവാഹ ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഭക്ഷണം കഴിക്കാനോ മറ്റ് ആഘോഷം കാണുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അവസരത്തിലും ഞങ്ങളെല്ലാം നിങ്ങളോട് ഒപ്പം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. ഇത്രയും ഈ ദിവസങ്ങളിലെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് നാളെ നിങ്ങൾ പോകുന്നത് സ്വർണ്ണ അല്ലെങ്കിൽ റോസാപ്പൂക്കൾ നിറഞ്ഞ വഴിയിലൂടെ മാത്രമല്ല, കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം. ഇന്നുള്ള ആഘോഷത്താര ബന്ധീരങ്ങളൊന്നും നാളെ മുതലുണ്ടായി വരികയില്ല. നിങ്ങൾ തനിച്ചാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. അപ്പോഴെല്ലാം നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ ബന്ധുജനങ്ങളുമെല്ലാം ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, ദുഃഖങ്ങളുണ്ടാകുമ്പോൾ, സങ്കടങ്ങളുണ്ടാകുമ്പോഴൊക്കെ ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് ഞങ്ങളുടെ സാന്നിധ്യം വഴിയായിട്ട് നിങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. അപ്പോൾ ഈ സന്തോഷ അവസരത്തിൽ മാത്രമല്ല, എല്ലാ അവസരത്തിലും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഞങ്ങൾ തെളിയിക്കുകയാണ് ഈ അവസരം. അപ്പോൾ ഞങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് മുതൽ നിങ്ങൾ ആരംഭിക്കുന്ന കുടുംബജീവിതം ദൈവം ഗ്രഹപ്രദമായി തീരട്ടെ. എല്ലാവരും ഐശ്വര്യവും സമാധാനവും സന്തോഷമെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവൻ നയിക്കുവാൻ ദൈവവചനമാകുന്ന ആത്മീയനായി സകലരെ ക്ഷണിക്കുന്ന വിഷയമായി അങ്ങയുടെ പ്രമാണങ്ങളനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവൻ നയിച്ച് സ്വർഗീയത്തിൽ പങ്കുകാരാകുവാൻ വിവാഹബന്ധത്തിന്റെ അഭേദ്യതയെപ്പറ്റി പഠിപ്പിച്ച വിഷയമായി പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യം നയിക്കുവാൻ കാനായിലെ കല്യാണങ്ങളിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച വിഷയമായി അങ്ങയുടെ സഹായത്താൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാനിരതരായി ജീവിക്കുവാൻ എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ വധൂരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ആരംഭിക്കുന്ന കുടുംബ ജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനം ഇവരെ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും തിരുമണത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും പ്രിയ സഹോദരി, ഈ വധൂവരന്മാർ വിവാഹമെന്ന കൂദാശയാൽ ബന്ധുരാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും സത്യയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദ്യ പുരുഷന് ജീവിതസഖ്യ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനം ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തരാക്കണമേ. അങ്ങയുടെ കൃപാവൻ സമർത്ഥമായി ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും ആമേൻ.
തിരിച്ചവരുടെ നടപടികളനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോട് പൂർണ്ണമായ സമ്മതത്തോടുകൂടി മിന്നുവിനെ എൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു. മിന്നു വിശ്വാസവും തിരിച്ചവരുടെ നടപടികളനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോട് പൂർണ്ണമായ സമ്മതത്തോടുകൂടി ജോസിനെ എൻ്റെ ഭർത്താവായിട്ട് സ്വീകരിക്കുന്നു. നിങ്ങളെ ഈ വിവാഹബന്ധത്തെ സാക്ഷികളാകട്ടെ. കർത്താവായ ദൈവമേ, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ. വിവാഹത്താൽ നിങ്ങളെ ബന്ധിക്കുകയും സ്വകീയമായി നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. പരിപാടി ദേശീയപരമായി ചെയ്തിരിക്കുന്ന കർത്താവേ, ബന്ധിക്കുന്ന ഈ കാര്യ ആശീർവദിക്കണമായി നിന്നുമായിരിക്കുന്ന വിഷയമൊക്കെ ശക്തി നൽകുകയും ചെയ്യട്ടെ. ഞങ്ങളെപ്പോഴും ഈ വിവാഹത്തിൻ്റെ സാക്ഷികളാകുവാൻ അവിടുത്തെ കൃഷ്ണനായ യേശുവിനെ അനുഭവിക്കുവാൻ സഹായിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ദൈവമേ, ഈ ദൈവങ്ങളുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി അവർ പരസ്പരം അണിയിക്കുന്ന ഈ മോചനങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും തന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രഭാവത്തിന്റെ അനുശ്വാസത്താൽ അനുഗ്രഹിക്കുന്ന കാരണവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും അങ്ങേ ധരിക്കുവാൻ അനുഗ്രഹിക്കണമേ. പുനർനാട്യായ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിച്ചെടുത്താവേ, ഈ ലോകത്തിൽ നിഷ്പ്രകാരം ജീവിച്ച് സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് വസ്ത്രം ചെയ്യുവാൻ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. കരുണാവർഷം പൊഴിയുന്നു.
സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏകമനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ വാഗ്ദാനം വിശുദ്ധ സുവിശേഷ സാക്ഷിയാക്കി ദൈവത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. സഹോദരരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുകയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും നിങ്ങളെ സമ്പന്നരാക്കുകയും ചെയ്യട്ടെ. തിരുസഭയുടെ ശിരസ്സായി മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും അവർ നിങ്ങളെ തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവർ നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ അവരുടെ കൃഷിപാഠത്തിലൂടെ നയിക്കുവാനും അവർ നിങ്ങളെ സഹായിക്കുകയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായി ഇതിനെ വന്ദിപ്പിച്ച് പരിപാലനത്തിനെന്ന് പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായി നയിക്കും. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. കർത്താവായ മിശിഹായെ തിരുമതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധന്യാമറിയത്തിന്റെയും തിരുകുടുംബത്തിലെ നായകനായ മാറിയും മധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സർവ്വവിശുദ്ധരുടെയും പ്രാർത്ഥനയെ സഹായിക്കുകയും ചെയ്യട്ടെ. സർവ്വത്തിനെയും നാഥായി നയിക്കും.
പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിലവരെ പങ്കാളിയാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന ഉദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യത്തെ സഹായിക്കാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവഴിയിലേക്ക് സ്നേഹ ബഹുമാനം കൃതജ്ഞതയെ സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നമ്മുടെ പ്രിയങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കിയതെല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
പുതിയ കുടുംബത്തിൻ കരുണയുയർത്തും തിരുസഭവിധത്തിൽ തൊടുപുരിയുന്നു. മുല്ലപ്പൂവിതളോ ഒളിമിന്നും പുഞ്ചിരിയായി ചിന്നും പൂമഴയോ നിൻമൊഴിയോ ചെല്ലക്കാറ്റല നീ പൊന്നില്ലി കാടായി ഞാൻ ഒന്നായി ചേർന്നിടുവാൻ ഉൾക്കൊതിയായി അനുരാഗത്താലേ ഒരു